അദ്ധ്യായം 4 തുടരുന്നു. കടത്തുകടവിലെ ഭാസ്കരന്റെ പെട്ടിക്കട. അക്കരെ നിന്നും ഇക്കരേക്ക് തുഴഞ്ഞു വരുന്ന തോണിയിൽ കുറച്ച് ഗ്രാമീണരുണ്ട്. പുഴയോരത്ത് വീശൽക്കാരും ചൂണ്ടക്കാരുമുണ്ട്. ഭാസ്കരന്റെ പെട്ടിക്കടയിൽ 4-5 പേരിരുന്ന് ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുന്നു. കടയുടെ മുറ്റത്ത് 2-3 സൈക്കിളും മീൻപെട്ടി കെട്ടിവെച്ച അവാന്തി മോട്ടോർ സൈക്കിളുമുണ്ട്. ടാറിട്ട റോട്ടിൽ കൂടി ബസ് വന്ന് കടവിൽ നിന്നു. ബസ്സിൽ നിന്നും കുറച്ച് ഗ്രാമീണരിറങ്ങി. അവരുടെ കൂട്ടത്തിൽ നടനുമുണ്ട്. ബസ്സിറങ്ങിയ നടൻ നേരെ പെട്ടിക്കടയിലേക്ക് നടന്നു. നടനെ കണ്ടപ്പോൾ കാലി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരനായ ലക്ഷ്മൺ ചിരിച്ചുകൊണ്ട് ക്ഷണിച്ചു. നട, ചായ കുടിക്കാം. വേണ്ട ലക്ഷ്മണ. എന്നാ ഉപ്പ് സോഡയോ സർവത്തോ? ഒന്നും വേണ്ടടാ. സംശയത്തോടെ ലക്ഷ്മണൻ ചോദിച്ചു. ഇന്നെന്താ നിനക്ക് ക്ലാസ്സില്ലേ? സമര. അല്പം വിഷമത്തോടെ ലക്ഷ്മണൻ. നേരെ ചൊവ്വേ പഠിക്കായിരുന്നെങ്കിൽ നിന്റെ ഒപ്പം എനിക്കും പഠിക്കായിരുന്നു കോളേജിൽ. ഇവരുടെ സംസാരം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന കടക്കാരൻ ഭാസ്കരൻ തമാശയിൽ ലക്ഷ്മണോട് പറഞ്ഞു. ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ലക്ഷ്മണ. തലവര വേണം. നിന്റെ തലയിലെ ദൈവം ഡ്രൈവറാകാനേ വരച്ചിട്ടുള്ളൂ. സംശയമുണ്ടെങ്കിൽ നീയൊന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കോ. ട്രാഫിക് ചിഹ്നങ്ങൾ മാതിരി കുറേ വളവും വെട്ടിക്കൂട്ടും ഒക്കെ കാണാം. ഇത് കേട്ട് കടയിലുണ്ടായിരുന്നവർ ചിരിച്ചു. അതിന് മറുപടി എന്നോണം ഭാസ്കരനോട് ലക്ഷ്മണൻ പറഞ്ഞു. എന്തായാലും ഭാസ്കരേട്ടൻ്റെ സ്കാനിങ്ങിൽ കണ്ടതിനേക്കാളും മെച്ചമായിരിക്കും അല്ലേ? സംശയത്തോടെ ഭാസ്കരൻ. അതെന്താ ലക്ഷ്മണ? അല്ല, ഭാസ്കരേട്ടൻ്റെ സ്കാനിങ്ങിൽ ഒരു പെട്ടിക്കടയും അതിനു മുകളിൽ കുറേ പട്ടികയും കഴുക്കോലും കുറേ പഴഞ്ചൻ മിഠായിയും തൂങ്ങിക്കിടക്കുന്ന പഴമില്ലാത്ത കൊലയും കാണാലോ. ലക്ഷ്മണൻ്റെ ഉരുളക്കി ഉപ്പേരി എന്ന മറുപടി കേട്ട് കടയിലുണ്ടായിരുന്നവർ വീണ്ടും പൊട്ടിച്ചിരിച്ചു. അവരുടെ കൂട്ടത്തിൽ ഭാസ്കരൻ ചിരിച്ചു. കടവിൽ തോണിയെടുത്തു. ചിരിച്ചുകൊണ്ട് ലക്ഷ്മണനോട് നടൻ ചോദിച്ചു. നീ പോരുന്നുണ്ടോ ലക്ഷ്മണ? പിന്നല്ലാതെ. അപ്പോൾ ഭാസ്കരേട്ടാ വരട്ടെ. ആ തലയിൽ പുഴയിൽ നിന്നുള്ള തണുത്ത കാറ്റുകൊള്ളാതെ സൂക്ഷിക്കണം. വേഗം സ്ഥലം വിടാൻ നോക്ക്. ചിരിച്ചുകൊണ്ട് ലക്ഷ്മണനും നടനും തോണിക്കടുത്തേക്ക് നടന്നു. പെട്ടിക്കടയിലുണ്ടായിരുന്ന ഒരു ഗ്രാമീണൻ ഭാസ്കരനോട് ചോദിച്ചു. നീയല്ലാതെ അവനോട് കൊച്ചു വർത്തമാനം പറയാൻ നിൽക്കൂ ഭാസ്കര. അതിന് മറുപടിയായി ഭാസ്കരൻ പറഞ്ഞു. അവനോട് വല്ലതും പറഞ്ഞ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന പോലെ മറുപടി വരും. അത് കേൾക്കാനൊരു സുഖമല്ലേ? ലക്ഷ്മണൻ എന്നാൽ ഇവിടെയുള്ളവർക്കെല്ലാവർക്കും നേരം പോക്കാ. മറ്റൊരു ഗ്രാമീണൻ അത് ശരിവെച്ചു. അത് നേരാ. അക്കരയ്ക്ക് വാസു തോണി തുഴഞ്ഞുകൊണ്ടിരിക്കുന്നു. ബസ്സിൽ നിന്നിറങ്ങിയ ഗ്രാമീണരും ലക്ഷ്മണനും നടനും തോണിയിലുണ്ട്. തോണി തുഴയുന്നതിനിടയിൽ വാസു നടനോട് ചോദിച്ചു. ഇന്നെന്താ നട, കോളേജില്ലേ? സമര. തമാശഭാവത്തിൽ നടനോട് വീണ്ടും വാസു. ലക്ഷ്മണനും നടൻ്റെ കോളേജിലാ? അവനും സമരായെന്ന് തോണിയിലുണ്ടായിരുന്നവർ ചിരിച്ചു. അല്പം തമാശ കലർന്ന ഗൗരവത്തിൽ ലക്ഷ്മണൻ മറുപടി പറഞ്ഞു. പെട്ടിക്കടക്കാരൻ ഭാസ്കരേട്ടന് കൊടുത്തതിൻ്റെ സ്വല്പം കൂടി ബാക്കിയുണ്ട്. വേണമെങ്കിൽ വാസുവേട്ടന് തരാം. എനിക്ക് വിരോധമില്ല. അയ്യോ വേണ്ട ലക്ഷ്മണ, അത് നീ തന്നെ വെച്ചോ. സംശയത്തോടെ ലക്ഷ്മണനോട് നടൻ ചോദിച്ചു. പറഞ്ഞ പോലെ നിന്നോട് ചോദിക്കാൻ മറന്നുപോയി. നീ എന്താ ഇന്ന് ജോലിക്ക് പോയില്ലേ? 1-2 മാസത്തിന് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കാനും കൊണ്ടുവരാനും പോയാൽ മതി. മുതലാളി ഗൾഫിൽ നിന്ന് എമർജൻസി ഫോൺ വന്നിട്ട് പോയിരിക്കുക. ഇത് കേട്ട വാസു പറഞ്ഞു. നിൻ്റെ ഒരു ഭാഗ്യാടാ ലക്ഷ്മണ. അല്ലെങ്കിൽ ഈ കാലത്ത് ഇങ്ങനെയൊരു ജോലി ആർക്കാ കിട്ടാ? സഹായത്തിനൊട്ടും മോശക്കാരല്ല കളത്തിൽ തറവാട്ടുകാർ. തോണി കരക്കെടുത്തു. എല്ലാവരും തോണിയിൽ നിന്നിറങ്ങി നടന്നു. വരാന്തയിലെ മരക്കസേരയിൽ ശാന്ത ചാരിയിരിക്കുന്നു. ഭാവന കോളേജിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഭാവനയെ കണ്ടപ്പോൾ ഒരു മനോവിഷമത്തോടെ ശാന്ത കസേരയിൽ നിന്നും എഴുന്നേൽക്കുന്നു. ഭാവനയുടെ മുഖത്തേക്ക് ശാന്ത നോക്കി. ഭാവനയുടെ മുഖത്ത് കാലത്ത് വീട്ടിൽ നിന്ന് പോയ ഭാവമല്ല, സന്തോഷമാണ്. ഭാവനയുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് ശാന്ത ചോദിച്ചു. നിന്നെ ഇന്ന് ക്ലാസ്സിൽ കയറ്റിയില്ലേ? ഇന്ന് സമര. ഭാവന വരാന്തയിലേക്ക് കയറി. ഭാവനയുടെ മുറിയിൽ രണ്ടാമത്തെ ചേച്ചി ദേവിക മേശപ്പുറത്തെ ബുക്കുകൾക്കുള്ളിൽ എന്തോ പരിശോധിക്കുന്നു. ഭാവനയുടെ ശബ്ദം പുറത്തുനിന്നും കേട്ടപ്പോൾ ദേവിക പെട്ടെന്ന് ബുക്കുകൾ അവിടെ തന്നെ അടക്കി വെച്ച് എന്തോ കള്ളത്തരം കാണിച്ച വെപ്രാളത്തോടെ മുറിയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ഭാവന മുറിയിലേക്ക് കടന്നു വന്നു.
ഭാവനയെ കണ്ട ദേവിക ഒരു കള്ളനോട്ടം നോക്കി കള്ളച്ചിരിയോടെ ചോദിച്ചു, എന്തേ, നിനക്കിന്ന് ക്ലാസ്സില്ലേ? ഇല്ല. ദേവിക ഒരു കള്ളപ്പൂച്ചയെ പോലെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. ചേച്ചിയുടെ നോട്ടത്തിലും ഭാവത്തിലും ചിരിയിലും എന്തോ പന്തികേടുണ്ടെന്ന് ഭാവനയ്ക്ക് തോന്നി. ഭാവന മുറി ആകെയൊന്ന് കണ്ണോടിച്ചു നോക്കി. ചേച്ചി എന്തോ തിരച്ചിൽ നടത്തിയതായി ഭാവനയ്ക്ക് മനസ്സിലായി. ഭാവന വാതിലടച്ച് കുറ്റിയിട്ട് കോളേജിൽ നിന്നും കൊണ്ടുവന്ന ബാഗും കുടയും മേശപ്പുറത്ത് വെച്ച് മേശപ്പുറത്തെ ബുക്കുകൾക്കിടയിൽ നിന്നും ഒരു ബുക്കെടുത്ത് ചട്ട തുറന്നു നോക്കി. ചട്ടയ്ക്കുള്ളിൽ നടൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ NCC ലീഡറായിരിക്കുന്ന ഫോട്ടോയും എഴുത്തും അതേ വർഷം ക്രിസ്മസിന് അയച്ചു കൊടുത്ത ഗ്രീറ്റിംഗ്സിൽ ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും ഫോട്ടോയും. ആശ്വാസത്തോടെ ഭാവന നെടുവീർപ്പിട്ട് കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ എഴുത്തും ഫോട്ടോയും ഗ്രീറ്റിംഗ്സും മേശപ്പുറത്ത് വെച്ച് കോളേജിൽ നിന്നും കൊണ്ടുവന്ന ബാഗിൽ നിന്നും താക്കോലെടുത്ത് മേശയുടെ വലിപ്പ് തുറന്ന് ബാഗിൽ നിന്നും മറ്റൊരു ബുക്കെടുത്ത് അതിൻ്റെ ചട്ടക്കുള്ളിൽ നിന്നും മറ്റൊരു പ്രേമലേഖനമെടുത്ത് അതെല്ലാം മേശയ്ക്കകത്ത് വെച്ചു കൂട്ടി. അടുക്കളയിൽ അടപ്പത്ത് കറി തിളച്ചുകൊണ്ടിരിക്കുന്നു. ദേവിക ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. വസ്ത്രം മാറി ഭാവന അടുക്കളയിൽ വന്ന് ഒരു പാത്രമെടുത്ത് കഞ്ഞിക്കലത്തിൽ നിന്നും പാത്രത്തിലേക്ക് കഞ്ഞി പകർത്തി അതിൽ അടപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിക്കലത്തിൽ നിന്നും അല്പം കറിയെടുത്ത് നടൻ തന്നെ കെട്ടിപ്പിടിച്ച് ചുണ്ടിലമർത്തി ചുംബിച്ചപ്പോൾ വികാരഭരിതയായി നടൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ച് നടൻ്റെ നെഞ്ചിലെ വികാരമുണർത്തുന്ന ചൂടേറ്റ് കിടക്കുന്നതും സ്വപ്നം കണ്ട് കഞ്ഞി കുടിച്ചിരിക്കുന്നു. നീയെന്ന് നടനെ കണ്ടോ? അടുക്കളയിലേക്ക് കടന്നു വന്ന ശാന്ത ഭാവനയുടെ ചിന്തിച്ചുള്ള ഇരിപ്പ് കണ്ടപ്പോൾ തൻ്റെ കൗമാരപ്രായത്തിലൂടെ ഞൊടിയിട സഞ്ചരിച്ച് ഗൗരവത്തിൽ ഭാവനയോട് ചോദിച്ചു. ഞെട്ടിയുണർന്ന ഭാവന കണ്ണൊന്ന് വെട്ടിച്ച് അമ്മയെ നോക്കി വീണ്ടും കഞ്ഞി ഒരു കുടിക്കാൻ തുടങ്ങി. ഭാവനയുടെ ആ നോട്ടവും ഇരിപ്പും ശാന്തയ്ക്ക് തീരെ പിടിച്ചില്ല. വീണ്ടും ഗൗരവത്തിൽ ശാന്ത ചോദിച്ചു, നിന്നോടാ ചോദിച്ചത്, നീയെന്ന് നടനെ കണ്ടോന്ന്? തല താഴ്ത്തിയിട്ട് പതിഞ്ഞ സ്വരത്തിൽ ഭാവന പറഞ്ഞു, ഇല്ല. നീ കള്ളം പറയാനും തുടങ്ങി അല്ലേ? ഭാവന കോപത്തിൽ പറഞ്ഞു. കണ്ടില്ലെന്ന് പറഞ്ഞാൽ കണ്ടില്ല, അത്ര തന്നെ. ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന ഭാവത്തിൽ പൂച്ചയെപ്പോലെ ദേവിക ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശാന്തയിൽ നിന്നും ദേഷ്യം വിട്ടുമാറിയിട്ടില്ല. പിന്നെ നിന്റെ ഈ ചിന്തിച്ചിരിപ്പിനും സന്തോഷത്തിനും കാരണമെന്താണ്? കാലത്ത് നീ കരഞ്ഞിരുന്നത് എന്തിനായിരുന്നു? ഭാവന വിക്കലയോടെ ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. അത് പിന്നെ നടൻ എൻ്റെ കോളേജിലല്ലേ, പിന്നെ ഞാൻ കാണാതിരിക്കൂ? ഇത് പറഞ്ഞ് കഞ്ഞിപ്പാത്രമെടുത്ത് കഴുകാൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന ഭാവനയോട് ദേഷ്യത്തോടെ ശാന്ത പറഞ്ഞു, നിന്റെ ഈ ഒടുക്കത്തെ പ്രേമം കുടുംബം നശിപ്പിച്ചേ അടങ്ങും. ഇത് കേട്ട് ഹൃദയത്തിന് താങ്ങാൻ കഴിയാത്ത സങ്കടത്തോടെ ഭാവന പറഞ്ഞു, നിങ്ങളെല്ലാവരുടെയും കണ്ടാമൃഗത്തിൻ്റെ പോലത്തെയും ചാണക്കുഴിയിൽ പുഴുവരിക്കുന്ന പോലത്തെയും മനസ്സുകൾ കൊണ്ട് എൻ്റെ ജീവിതം നശിപ്പിക്കാതിരുന്നാൽ മതി. ദേവിക ചീനച്ചട്ടിയിൽ അരിഞ്ഞുകൊണ്ടിരുന്ന ഉള്ളി മൂപ്പിച്ചുകൊണ്ടിരുന്നു. ആ ശബ്ദവും മണവും ഒരു നിമിഷം അവിടെ പരന്നു. നിലാവിൽ ശാന്തമായി കിടക്കുന്ന പുഴ, ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങളും പുഴയിൽ തെളിഞ്ഞു കാണാം. പുഴക്കരയിൽ ഒരു ചെറിയ തോണി കെട്ടിയിട്ടുണ്ട്. പുഴയോരത്ത് ഒരു ലക്ഷറി കാർ വന്നു നിന്നു. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് പാർക്ക് ലൈറ്റ് ഇട്ട് കാറിൽ നിന്നിറങ്ങിയ നൗഷാദിനോട് സുബൈർ ചോദിച്ചു, എവിടെടാ, ഒറ്റണത്തിനെയും കാണുന്നില്ലല്ലോ? നൗഷാദ് മറുപടി പറഞ്ഞു, നീ വണ്ടിയിൽ നിന്നിറങ്ങ്, എല്ലാവരും വരും. കാറിൽ നിന്നും രണ്ടുപേരും ഇറങ്ങി കാറിൽ ചാരി നിന്ന് സുബൈർ പോക്കറ്റിൽ നിന്നും സിഗരറ്റ് പാക്കറ്റ് എടുത്ത് ഒരു സിഗരറ്റ് ചുണ്ടിൽ വെച്ച് തീ കൊളുത്തി. ലക്ഷ്മണൻ നടൻ്റെ വീട്ടിലേക്ക് നടന്നു വന്നു. വീടിനു മുമ്പിൽ ആരെയും കാണാതായപ്പോൾ അകത്തേക്ക് തിരിഞ്ഞും മറിഞ്ഞും നോക്കിക്കൊണ്ട് ചോദിച്ചു, ആരുല്ലേ ഇവിടെ? അകത്തു നിന്നും നടൻ്റെ ചേച്ചിയുടെ ശബ്ദം കേട്ടു. ആരാത്? പതിഞ്ഞ സ്വരത്തിൽ ഒരു കള്ളച്ചിരിയോടെ ലക്ഷ്മണൻ പറഞ്ഞു, ഞാനാ. പുറത്തേക്ക് വരുന്നതിനിടയിൽ ചേച്ചി വീണ്ടും ചോദിച്ചു, ഞാനെന്ന് പറഞ്ഞ പേരില്ലേ? ലക്ഷ്മണൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. പുറത്തു വന്നപ്പോൾ ലക്ഷ്മണനെ കണ്ട് ചേച്ചി ചോദിച്ചു, നീയായിരുന്നു ലക്ഷ്മണ? എന്താ ലക്ഷ്മണ, നീ നാട്ടിലൊക്കെ ഉണ്ടോ? ഒരു കള്ളച്ചിരിയോടെ ലക്ഷ്മണൻ മറുപടി പറഞ്ഞു,
നമ്മൾ ഈ നാട്ടിലൊക്കെ കഴിഞ്ഞുകൂടുന്നുണ്ട് ചേച്ചി. നമ്മൾക്കിങ്ങനെ കഴിഞ്ഞുകൂടാനേ ദൈവം വിധിച്ചിട്ടുള്ളൂ. ചേച്ചിയെപ്പോൾ വന്നു? ഇന്ന് വൈകിട്ട്. അകത്തേക്ക് നോക്കി സംശയത്തോടെ ലക്ഷ്മണൻ ചോദിച്ചു. നടനില്ലേ ഇവിടെ? ഉണ്ടല്ലോ. ഒന്ന് വിളിച്ചേ ചേച്ചി. അകത്തേക്ക് നോക്കിക്കൊണ്ട് ചേച്ചി വിളിച്ചു. ഡാ നടാ, നിന്നെ ലക്ഷ്മണൻ വിളിക്കുന്നു. എന്നിട്ട് ലക്ഷ്മണനോട് ചോദിച്ചു. എന്തുണ്ട് ലക്ഷ്മണ, അമ്മയുടെ വിശേഷം? ആ, ഇങ്ങനെ സുഖമായി പോണു. അകത്തു നിന്നും നടൻ ഇറങ്ങി വന്നുകൊണ്ട് ലക്ഷ്മണനോട് ചോദിച്ചു. എന്താ ലക്ഷ്മണ? ഏയ്, വിശേഷിച്ചൊന്നുമില്ല. വെറുതെ ഈ വഴിക്ക് പോയപ്പോൾ ഒന്ന് കയറിയതാ. നടൻ ലക്ഷ്മണനെ അകത്തേക്ക് ക്ഷണിച്ചു. വാ, നീ ഇരിക്കി. ഇരിക്കണില്ല, നീ പഠിക്കായിരുന്നു. ഇടയിൽ കയറിക്കൊണ്ട് ചേച്ചി ലക്ഷ്മണനോട് പറഞ്ഞു. നീ ഇവനെയൊന്ന് പുറത്തേക്ക് കൊണ്ടുപോ ലക്ഷ്മണ. ഏതു നേരവും ഈ മുറിയിലിരുന്നുള്ള ബുക്ക് വായനയാ. ഇവനീ ബുക്കുകളൊക്കെ വായിച്ച് തലയ്ക്ക് ഭ്രാന്തി പിടിപ്പിക്കും. ഇത് കേൾക്കേണ്ട താമസം. ലക്ഷ്മണൻ പറഞ്ഞു. നീ വാ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. നടൻ്റെ തോളിൽ പിടിച്ച് തള്ളിക്കൊണ്ട് ചേച്ചിയും നിർബന്ധിച്ചു. ചെല്ലടാ, അത്ര നേരമെങ്കിലും നിന്റെ ഈ തലയൊന്ന് വിശ്രമിക്കട്ടെ. നടൻ ചേച്ചിയെ നോക്കി ലക്ഷ്മണനോട് സമ്മതിച്ചു. ശരി, പോകാം. രണ്ടുപേരും വീട്ടിൽ നിന്നിറങ്ങി നടക്കുന്നതിനിടയിൽ ലക്ഷ്മണൻ പറഞ്ഞു. എന്തൊരു സ്നേഹമുള്ള ചേച്ചി. വരാന്തയിൽ നിന്നിരുന്ന ചേച്ചിയെന്തോ കേട്ട മാതിരി ലക്ഷ്മണനോട് ചോദിച്ചു. ലക്ഷ്മണ, നീ വല്ലതും പറഞ്ഞു? തല തിരിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു. ഏയ്, ഞാനൊന്നും പറഞ്ഞില്ലേ. മൂളിക്കൊണ്ട് ചേച്ചി അകത്തേക്ക് പോയി. പുഴക്കരയിൽ ഇപ്പോൾ സുബൈലും നൗഷാദും മാത്രമല്ല, 2-3 പേർ വേറെയുണ്ട്. അവരുടെ ബൈക്കുകളുമുണ്ട്. നടനും ലക്ഷ്മണനും അവിടേക്ക് നടന്നു വന്നു. അവരുടെ അടുത്തെത്തിയ ലക്ഷ്മണൻ ചോദിച്ചു. തുടങ്ങിയില്ലേ കലാപരിപാടികൾ? സുബൈലാണ് മറുപടി പറഞ്ഞത്. എല്ലാവരും എത്തട്ടെ എന്ന് കരുതി. ലക്ഷ്മണൻ പറഞ്ഞു. എല്ലാവരും എത്തിയില്ലേ? ഇനി തുടങ്ങിയാലോ? നൗഷാദ്. കാർത്തികിനെ കണ്ടില്ലല്ലോ? സുബൈൽ. അവനെന്തോ വിവാഹ പാർട്ടിയുണ്ടെന്ന് പറഞ്ഞു. നൗഷാദിനൊരു സംശയം. ഇനി അവൻ നടനുള്ളത് കൊണ്ട് മുങ്ങിയതായിരിക്കും. സുബൈൽ. ഏയ്, അങ്ങനെയൊന്നുമല്ല. നടനും കാർത്തികും ഒരുമിച്ചുള്ളപ്പോഴല്ലേ നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ സുഖം. നമുക്ക് തുടങ്ങാം. അപ്പോഴേക്കും കാർത്തിക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നൗഷാദ്. ആവാം. സുബൈൽ കാറിൻ്റെ ഡിക്കി തുറന്ന് വിദേശ മദ്യവും സോഡയും കോഴിക്കറിയും പൊറോട്ടയും അച്ചാറും വറവ് സാധനങ്ങളുമെല്ലാം കാറിൻ്റെ ബോണറ്റിന് മുകളിൽ കൊണ്ടുവച്ചു. ലക്ഷ്മണൻ 6 ഗ്ലാസ് നിരത്തി വയ്ക്കുന്നു. വിദേശ മദ്യത്തിൻ്റെ പാക്കറ്റ് തുറന്ന് കുപ്പി പുറത്തേക്കെടുത്ത് ഓരോ ഗ്ലാസ്സിലും മദ്യം ഒഴിക്കുന്നതിനിടയിൽ നൗഷാദ് പറഞ്ഞു. നമ്മൾ 7 പേരില്ലേ? ഉവ്വ. ഇത് 6 ഗ്ലാസ്സേ ഉള്ളൂ. ഒരാൾ വെജിറ്റേറിയനാ. അതാരാ ഈ കൂട്ടത്തിലൊരു ബ്രഹ്മചാരി? കഥാകൃത്ത് നടൻ. നൗഷാദ് നടനെ നിർബന്ധിച്ചു. അത് പറ്റില്ല, കമ്പനിക്ക് വേണ്ടി ഒരു പെഗ്. നടൻ അത് നിരസിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട നൗഷാദേ. അത് പറ്റില്ല നട. കമ്പനിക്ക് വേണ്ടി ഒരെണ്ണം. ലക്ഷ്മണൻ ഗ്ലാസ് എടുക്കുന്നു. വേണ്ട വേണ്ട, കമ്പനിക്ക് വേണ്ടി സോഡയും കറിയും പൊറോട്ടയും കഴിക്കാം. അത് മതി. ലക്ഷ്മണനും നിർബന്ധിച്ചു. വേണമെങ്കിൽ ഒരെണ്ണം പിടിപ്പിച്ചോ നട. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഷീവാസ് റീഗൽ സ്കോച്ച. എത്ര രൂപയുടെ മുതലാണെന്നറിയൂ? കഴിക്കുമ്പോൾ നല്ലത് തന്നെ കഴിക്കണം. അതിൽ ഞാൻ യോജിക്കുന്നു. വില കൂടിയതുകൊണ്ടോ കുറഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല. നിങ്ങളെക്കാൾ വലിയ കുടിയനാവണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കൊരു ലക്ഷ്യമുണ്ട്. അതിനുശേഷമേ കുടിയുള്ളൂ. നൗഷാദിന് തിരക്കായി. ഓക്കെ ഓക്കെ നടൻ, വളരെ നല്ല കാര്യം. എന്നാൽ സമയം കളയണ്ട, നമുക്ക് തുടങ്ങാം. ഓരോരുത്തരും വന്ന് ഗ്ലാസ് എടുത്ത് ചിയേഴ്സ് പറഞ്ഞ് കുടി തുടങ്ങി. നടൻ സോഡയെടുത്ത് കുടിച്ച് കോഴിക്കറിയും പൊറോട്ടയും കഴിക്കുന്നുണ്ട്. സുബൈൽ സിഗരറ്റും പാക്കറ്റിൽ നിന്നും സിഗരറ്റ് എടുത്ത് ഓരോരുത്തർക്ക് കൊടുക്കുന്നു. നടനെ നോക്കി സുബൈൽ ചോദിച്ചു. നടനൊരെണ്ണം വലിക്കുന്നത് കൊണ്ട് വിരോധമില്ലല്ലോ? ഓക്കെ എന്ന് പറഞ്ഞ് നടൻ സുബൈലിൽ നിന്നും സിഗരറ്റും ലൈറ്റും വാങ്ങി. ചുണ്ടത്ത് സിഗരറ്റ് വെച്ച് ലൈറ്റർ കത്തിച്ച് സിഗരറ്റിനടിയിൽ കാണിച്ച് സിഗരറ്റിൽ തീ തട്ടാതെ തീയുടെ ആവിയിൽ നിന്നും ഒരു പ്രത്യേക രീതിയിൽ സിഗരറ്റിന് തീ പിടിപ്പിക്കുന്നു. ആ സിഗരറ്റ് കത്തിക്കുന്നതിൽ ഒരു ഭീകരത എവിടെയോ മറഞ്ഞു കിടക്കുന്ന ഭാവമുണ്ട്. നടൻ്റെ കണ്ണിൽ പകയുടെ ശൂരത തെളിഞ്ഞു കാണാം. എല്ലാവരും നടൻ്റെ സിഗരറ്റ് കത്തിക്കൽ ശ്രദ്ധിച്ചു. അത് കണ്ട് സുബൈലിൻ്റെ ആത്മകഥം കുറച്ച് ഉറക്കെയായി. ലെവൻ
പൂച്ചയല്ല, പുലിയാ, വെറും പുലിയല്ല, ശൂരത കൂടിയായ പുള്ളിപ്പുലി. അത് കേട്ട് നടൻ്റെ ചുണ്ടിൽ ചെറുതായി ചിരി വിടർന്നു. മദ്യപാനം തുടർന്നു. സുബൈൽ കാറിൻ്റെ ഡോർ തുറന്ന് കാറിലെ സെറ്റ് ഓൺ ചെയ്തു. എല്ലാ ഡോറുകളും തുറന്നിട്ടു. സെറ്റിൽ നിന്നും പങ്കജദാസിൻ്റെ ഗസൽ പുഴയുടെ തണുത്ത കാറ്റിലൂടെ ഒഴുകാൻ തുടങ്ങി. ഇപ്പോൾ ലഹരി ഓരോരുത്തരുടെയും തലയിൽ ചെറിയ ചെറിയ തരിപ്പായി മാറി. പങ്കജ്ദാസിൻ്റെ ഗസലിലെ സംഗീതത്തിലെ തബലയുടെ പെരുക്കൽ മെല്ലെ മെല്ലെ മുറുകിക്കൊണ്ടിരുന്നു. ഓരോരുത്തരുടെയും സ്വഭാവം മാറി. ചിലർ ചിരിക്കാൻ തുടങ്ങി, ചിലർ മനോവികാരങ്ങൾ പറയാൻ തുടങ്ങി. ലക്ഷ്മണൻ നടൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് പരിഭവിച്ചു. നടാ, നീയാ പറഞ്ഞതൊട്ടും ശരിയായില്ല. സംശയത്തോടെ നടൻ ചോദിച്ചു. ഏത്? നിങ്ങളെക്കാൾ വലിയ കുടിയനാവണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് നീ ഉദ്ദേശിച്ചത് ഞങ്ങൾ വലിയ കുടിയന്മാരാണെന്നല്ലേ? നീ അതിന് അങ്ങനെ ഒരു ധ്വനി കാണരുത് ലക്ഷ്മണ. ഓ, നീ വലിയ കഥാകൃത്തും സാഹിത്യകാരനും വലിയ ബുക്കുകളൊക്കെ വായിക്കുന്ന ബുദ്ധിജീവിയല്ലേ? നീ ഉദ്ദേശിക്കുന്ന ധ്വനിയൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഇത് കേട്ട് നൗഷാദ് ലക്ഷ്മണോട് പറഞ്ഞു. അതൊക്കെ വിട്ടുകളയേണ്ട ലക്ഷ്മണ. അവൻ പഠിച്ച് അവാർഡൊക്കെ വാങ്ങിക്കുന്ന വലിയ വലിയ കഥാകൃത്തും സാഹിത്യകാരനുമൊക്കെ ആകും. അത് ഷുവർ. അതവൻ്റെ ലക്ഷ്യം. ഒരു ലക്ഷ്യം വെച്ചാൽ എന്തു സംഭവിച്ചാലും മിഴഞ്ഞിഴഞ്ഞ് അവനവിടെ എത്തിയിരിക്കും. അതാണ് പാലമംഗലം നടൻ. എനിക്കവനെ നല്ല പോലെ അറിയാം. പിന്നെ നടനോടായി നൗഷാദിൻ്റെ സംസാരം. എടാ ഊവേ, നീ എഴുതുന്ന ഏതെങ്കിലും കഥയിൽ നമ്മുടെ ഈ പുഴയോരവും ഇവിടെയുള്ള കുടിയും ബഹളവുമൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോടാ പാലമംഗലം നട. ശ്രമിക്കാം എന്ന് നടൻ മറുപടി പറഞ്ഞു. കൂട്ടത്തിൽ അഫ്സലിനോട് നൗഷാദ് ആവശ്യപ്പെട്ടു. നീ ബാക്കി പെഗ് ഒഴുക്കി. അതിന് അല്പം ഗൗരവത്തിലായിരുന്നു അഫ്സലിൻ്റെ മറുപടി. പെഗ് ഒഴിച്ചിട്ട് അതിൽ മൂത്രമൊഴിച്ച് കഴിക്കാനോ? നൗഷാദ് തലമെല്ലെ ഉയർത്തി കണ്ണുകൾ മെല്ലെ വിടർത്തിക്കൊണ്ട് ചോദിച്ചു. അതെന്താ? സോഡ തീർന്നുപോയി. ഇത് കേട്ട് നിന്ന സിറാജ് മദ്യക്കുപ്പി കയ്യിലെടുത്ത് ചോദിച്ചു. ആരാടാ 1 ലിറ്റർ സ്കോച്ച് അടിക്കാൻ 1/2 ലിറ്റർ സോഡ വാങ്ങിക്കൊണ്ടുവന്ന മഹാൻ? നല്ല ഫിറ്റായ ഷക്കീർ ഇതിനിടയിൽ കയറി പറഞ്ഞു. ഇനിയിപ്പോൾ സോഡയ്ക്ക് വേണ്ടി ആരും തല്ലുവേണ്ട, ഞാൻ സിറ്റിയിൽ പോയി വാങ്ങിയിട്ട് വരാം. ഷക്കീർ ബൈക്കിൽ കയറാൻ ഒരുങ്ങിയപ്പോൾ അവനെ തടഞ്ഞുകൊണ്ട് സുബൈൽ പറഞ്ഞു. ഇനിയിപ്പോൾ സോഡയൊന്നും വാങ്ങിക്കേണ്ട, ആവശ്യത്തിനുള്ളത് എല്ലാവർക്കും ആയിട്ടുണ്ട്. ബാക്കിയുള്ള മദ്യം കുപ്പിയോടെ ആ പുഴയിലേക്ക് എറിഞ്ഞ് കളാം. അതിനിടയിൽ നേരെ നിൽക്കാൻ പോലും ബോധമില്ലാതെ ആടിക്കൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു. എനിക്കൊന്നും ആയിട്ടില്ല, എനിക്കൊരു പെഗ് കൂടി അടിക്കണം. അപ്പോൾ ഇത്ര നേരം പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ ലക്ഷ്മണ? എന്തോന്ന്? സോഡ കഴിഞ്ഞെന്ന് ഒന്ന് ചിരിച്ചുകൊണ്ട് ലക്ഷ്മണൻ അവരോട് പറഞ്ഞു. എൻ്റെ മക്കളെ, കോടിക്കണക്കിന് കാശുള്ള മുതലാളിമാർ ഏക്കറക്കണക്കിന് തെങ്ങന്തോപ്പ് ഈ പുഴയോരത്ത് വാങ്ങിച്ചിട്ടിരിക്കുന്നത് എന്തിനാ? അല്ല, എന്തിനാ? ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ വെള്ളം കുടിക്കാനല്ലേ? കയറട തെങ്ങിൽ, എന്നിട്ട് 2-3 കൊല കരിക്കിടട. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കയറാം. ലക്ഷ്മണൻ തെങ്ങിൽ കയറാൻ പോകുന്നു. നൗഷാദ് ലക്ഷ്മണനെ തടഞ്ഞു. ലക്ഷ്മണ, നീ കയറണ്ട, നീ ഓവറാ. നൗഷാദിനെ തട്ടി മാറ്റിക്കൊണ്ട് ലക്ഷ്മണൻ നിർബന്ധം പിടിച്ചു. എനിക്കൊരു ഓവറുമില്ല, ഞാൻ കയറാം. ലക്ഷ്മണനെ അവർ ബലമായി പിടിച്ച് ഒരു സ്ഥലത്തിരുത്തി. 1-2 പേർ തെങ്ങിൽ കുരങ്ങന്മാർ കയറുന്നതിനേക്കാൾ വേഗത്തിൽ കയറുന്നു. ഇതെല്ലാം കണ്ട് ചിരിക്കുന്ന നടൻ മനസ്സിൽ പറഞ്ഞു. തെങ്ങ് കയറ്റക്കാർ കൂടി ഇത്ര വേഗത്തിൽ കയറില്ലല്ലോ. കയ്യിൽ കാലിയായ ഒരു സോഡാക്കുപ്പി കിട്ടിയ ലക്ഷ്മണൻ അതിൽ താളം പിടിച്ച് ഒരു നാടൻ പാട്ട് പാടാൻ തുടങ്ങി. ഇത് കേട്ട് കാറിൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന പങ്കജ്ദാസിൻ്റെ ഗസൽ ഗാനം സുബൈൽ നിർത്തി. തെങ്ങിൽ നിന്നും കരിക്കിൻ കുലകൾ വീഴുന്നു. കരിക്കിൻ വെള്ളം ഒഴിച്ച് ബാക്കിയുള്ള മദ്യം കുടിച്ചവസാനിപ്പിക്കുന്നു. ചിലർ ഉടുതുണി അഴിച്ച് തലയിൽ കെട്ടി ലക്ഷ്മണൻ്റെ പാട്ടിൻ്റെ താളത്തിനൊത്ത് നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്നു. തിക്കും തിരക്കുമായി കോളേജ് സ്റ്റോപ്പിൽ ബസ് വന്നു. വിദ്യാർത്ഥിനികളും പ്രൊഫസർമാരും ഇറങ്ങുന്നു. അവരുടെ കൂട്ടത്തിൽ നടനും ഭാവനയും. എല്ലാ തിങ്കളാഴ്ചയിലും അവർ ധരിക്കുന്ന വസ്ത്രമായ ഭാവനയുടെ കരിമ്പച്ച
പട്ടുപാവാടയും പട്ടു ബ്ലൗസും. നടൻ ക്രീം കളർ ഷർട്ടും കസവും മുണ്ടും ധരിച്ചിട്ടുണ്ട്. നടൻ്റെ ഇടതു നെറ്റിയിൽ ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട്. കോളേജിലേക്കുള്ള വഴിയിൽ നടനും ഭാവനയും ഒരുമിച്ചാണ് നടന്നു നീങ്ങുന്നത്. നടൻ്റെ നെറ്റിയിലെ ബാൻഡേജ് നോക്കി കളിയാക്കുന്ന രീതിയിൽ ഭാവന പറഞ്ഞു, അമ്പലവിരോധി ഞായറാഴ്ച പള്ളിയിൽ പോയി മുട്ടും കുത്തി കുരിശും വരച്ചാണല്ലോ വന്നിരിക്കുന്നത്. ഏതു പള്ളിയിലായിരുന്നു ഇന്നലെ കുമ്പസാരം? തൃശ്ശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ. എന്തിനാ നടൻ തൃശ്ശൂർ പോയത്? അവിടെ കരാട്ടയുടെ ബ്ലാക്ക് ബെൽറ്റിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് കഴിഞ്ഞോ? ഒരെണ്ണം കഴിഞ്ഞു. ഇനി എത്ര എണ്ണമുണ്ട്? എത്ര എണ്ണം വേണമെങ്കിലും ആവാം. ഇനിയുള്ള ടെസ്റ്റിന് ഫൈറ്റ് പഠിച്ചിട്ട് വേണം. അതെന്താ? ഭാവനയുടെ കുത്തിയുള്ള ചോദ്യം കേട്ടപ്പോൾ അല്പം ഗൗരവത്തിൽ നടൻ പറഞ്ഞു, ആവുമ്പോൾ പറയാം പോരെ? അപ്പോഴേക്കും വന്നോ മൂക്കിൻ തുമ്പത്ത് ദേഷ്യം? എൻ്റെ നടൻ്റെ മുഖത്ത് ദേഷ്യം വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ നടനോട് ഏതു നേരവും ദേഷ്യം പിടിപ്പിക്കുന്നത്. പിന്നെ ഫൈറ്റൊക്കെ പഠിച്ച് എൻ്റെ നേർക്ക് തന്നെ പ്രയോഗിക്കാതിരുന്നാൽ മതി. കരാട്ടക്കാരൻ്റെ ഇടികൊള്ളാനുള്ള ശരീരവും മനക്കരുത്തും എൻ്റെ ഭാവിക്കില്ലടൂ. അങ്ങനെയൊരു വിശ്വാസമുണ്ടായത് നന്നായി. സംശയത്തോടെ നടൻ്റെ നെറ്റിയിലേക്ക് നോക്കിക്കൊണ്ട് ഭാവന തുടർന്നു, നടൻ്റെ നെറ്റിയിൽ എന്താ പറ്റിയത്? അല്പം വിക്കലോടെ നടൻ മറുപടി പറഞ്ഞു, അത് പിന്നെ കാല് തെറ്റി ചെറുതായി ഒന്ന് വീണു. സംശയത്തോടെ ഭാവന, ആ സംസാരത്തിലെന്തോ പന്തികേടുണ്ടല്ലോ നട. നടനെ എനിക്ക് വിശ്വസിക്കാമല്ലോ. നടൻ ഭാവനയെ ഒരു കള്ളനോട്ടം നോക്കി. രണ്ടുപേരും കോളേജിന് മുമ്പിലെത്താറായി. ഭാവനയുടെ സംശയം തീരുന്നില്ല. അധികം പൊട്ടിയോ? ചെറിയൊരു ക്രാച്ച്, അത്രയ്ക്കുള്ളൂ. വിഷയം മാറ്റാൻ വേണ്ടി നടൻ ചോദിച്ചു, ഇന്ന് ബാബ പ്രാക്ടിക്കൽ ക്ലാസ്സിന് കയറുന്നുണ്ടോ? ഇന്ന് കൂടി കയറിയില്ലെങ്കിൽ ആ ചെകുത്താൻ സാറ് പുറത്തു നിർത്തും. ശരി, പോയിക്കൊള്ളൂ. ശരിയെന്ന ഭാവത്തോടെയുള്ള ഒരു മൂളൽ മൂളിക്കൊണ്ട് ഭാവന നടന്നു നീങ്ങി. മലയാളം പ്രൊഫസർ ക്ലാസ്സിൽ ഈണത്തിൽ കവിത ചൊല്ലി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. നടനും മറ്റു കുട്ടികളും അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ മനസ്സുകളെല്ലാം സങ്കല്പങ്ങളുടെ ഏതോ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാതിൽക്കൽ ഭാവന വന്നു നിൽക്കുന്നു. ക്ലാസ്സിലെ കുട്ടികൾ ഭാവനയെ ശ്രദ്ധിക്കുന്നു. സാർ ഭാവനയെ കാണുന്നു. കവിത ചൊല്ലൽ നിർത്തിക്കൊണ്ട് സാർ, യെസ് കമ്മിങ്. അല്പം വിക്കലോടെ സാറിനോട് ഭാവന പറഞ്ഞു, നടനെ ഒന്ന് വിളിക്കാനാ. ഭാവന പറഞ്ഞത് സാറിന് വ്യക്തമായി കേട്ടില്ല. വീണ്ടും ഭാവനയോടായി, കടന്നു വരൂ കുട്ടി. ഭാവന അവിടെ തന്നെ നിന്നുകൊണ്ട് ആവർത്തിച്ചു, നടനെ ഒന്ന് വിളിക്കാനാ. ഭാവന പറയുന്നത് സാറിന് മനസ്സിലാകുന്നില്ല. സാർ ഭാവനയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട്, എന്താ കുട്ടി? നടനെ ഒന്ന് വിളിക്കാനാ. നടനെ നോക്കി സാർ പറഞ്ഞു, നടൻ ചെല്ലു. നടൻ എഴുന്നേറ്റ് ചെന്നു. നടനും ഭാവനയും പുറത്ത് വരാന്തയിലൂടെ നടന്നു നീങ്ങുമ്പോൾ കവിത ചൊല്ലുന്ന സാറിൻ്റെ ശബ്ദം കാറ്റിലൂടെ പറന്നു വരുന്നത് അവർക്ക് കേൾക്കാം. സംശയത്തോടെ നടൻ ചോദിച്ചു, എന്താ വാവേ? അല്പം ഗൗരവത്തിൽ ഭാവന പറഞ്ഞു, ആ ചെകുത്താൻ സാറ് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. എന്നാ വാ, നമുക്ക് ആ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്ന് സംസാരിക്കാം. ഒരു മൂളലോടെ ഭാവന പറഞ്ഞു, എന്നിട്ട് വേണം അതുകൂടി കണ്ട് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് കൊടുത്ത് കോളേജിൽ നിന്ന് കൂടി പുറത്താക്കാൻ. അല്പം ഗൗരവത്തിൽ നടൻ പറഞ്ഞു. പെണ്ണ് രാത്രി ഓരോന്ന് ആലോചിച്ച് കിടന്ന് ഓരോ പൈങ്കിളി സ്വപ്നം കണ്ട് വരും. ഞാനും സാറുമായുള്ള കഥ അരങ്ങുകളിലെ സുഹൃത്ത് ബന്ധം ഭാവയായിട്ട് കളയുമെന്നാ തോന്നുന്നത്. ഗൗരവത്തിൽ ഭാവന നടനെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചപ്പോൾ നടൻ സ്നേഹഭാവത്തിലുള്ള ഗൗരവത്തോടെ ഭാവനയെ നോക്കി. കുട്ടികൾ പ്രാക്ടിക്കൽ റൂമിൽ പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൊഫസർ മേശക്കരിയിലെ കസേരയിൽ നിന്ന് കുട്ടികളുടെ റെക്കോർഡുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. പുറത്തുനിന്നും നടൻ്റെ ശബ്ദം, ഗുഡ് മോർണിംഗ് സാർ. ശബ്ദം കേട്ട് ആളെ നോക്കി സാർ മറുപടി പറഞ്ഞു, ഗുഡ് മോർണിംഗ്. മേ ഐ കമിൻ സാർ? യെസ് കമിൻ. നടൻ അകത്തേക്ക് കയറി ചെന്നപ്പോൾ സാർ ചോദിച്ചു, താൻ വീണ്ടും ഭാവനയ്ക്കുള്ള വക്കാലത്തുമായി വന്നതായിരിക്കും. താനിത് എത്രാമത്തെ തവണയാ? ഇനിയൊരു എക്സ്ക്യൂസ് ഇല്ല നട. പുറത്ത് മാറി റെക്കോർഡ് ബുക്ക് കെട്ടിപ്പിടിച്ച് ഒതുങ്ങി നിൽക്കുന്ന ഭാവനയത് കേൾക്കുന്നുണ്ട്. സാറിനോട് നടൻ അഭ്യർത്ഥിച്ചു, പ്ലീസ് സാർ, ഒരു തവണ കൂടി ക്ഷമിക്കണം.
അല്പം ഗൗരവത്തിൽ സാർ ചോദിച്ചു. വെള്ളിയാഴ്ച ആ കുട്ടി നടൻ്റെ ഒപ്പം കോളേജിലേക്ക് വരുന്നത് ഞാൻ കണ്ടതാണല്ലോ. എന്നിട്ട് എവിടെ പോയി? തലവേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് പ്രാക്ടിക്കൽ കയറണ്ട എന്ന്. എവിടെ ആ കുട്ടി? പുറത്തുണ്ട്. ആ, വിളിക്ക്. ഭാവന പുറത്തു വന്നും ഇടം കൈ കൊണ്ട് നെഞ്ഞത്ത് റെക്കോർഡ് അമർത്തി പിടിച്ച് രക്ഷപ്പെട്ടുവെന്ന ഭാവത്തിൽ വലം കൈ കൊണ്ട് ഒരു കുരിശ് വരയ്ക്കുന്നു. ഈ സമയത്ത് അകത്തു നിന്നും നടൻ കടന്നു വന്നു. ഭാവന കുരിശ് വരയ്ക്കുന്നത് കണ്ടപ്പോൾ നടൻ പറഞ്ഞു, കുരിശൊന്നും വരയ്ക്കേണ്ട, ഇപ്പോൾ സാറിൻ്റെ മുമ്പിൽ കുരിശായത് ഞാനാ. നടൻ്റെ മുഖത്ത് നോക്കി ഭാവന സ്നേഹഭാവത്തോടെ കൊഞ്ഞനം കുത്തുന്നു. അത് കണ്ടപ്പോൾ നടൻ തുടർന്നു, ഇനി ഇതും കൂടി സാർ കണ്ടാൽ മതി, എന്നെ കൂടി ഇവിടുന്ന് പുറത്താക്കും. ഈ തവണ കൂടി ഒരു എക്സ്ക്യൂസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. വാ. നടനും ഭാവനയും അകത്തേക്ക് നടന്നു. ഭാവന റെക്കോർഡ് ബുക്കും കെട്ടിപ്പിടിച്ച് ഒരു പൂച്ചയെപ്പോലെ പതുങ്ങി പതുങ്ങി നടനൊപ്പം നടന്നു ചെന്ന് സാറിൻ്റെ അരികത്ത് നിന്നു. ഭാവനയോട് ഗൗരവത്തിൽ സാർ പറഞ്ഞു, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനിയെങ്ങാനും പ്രാക്ടിക്കലിന് ആബ്സെൻ്റ് ആയാൽ ഒരു കംപ്ലൈൻറ്റ് എഴുതി പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് കൊടുക്കും. മനസ്സിലായോ? ഭാവന അല്പം ഭയത്തോടെ പറഞ്ഞു. ഉവ്. അല്പം ദേഷ്യത്തിൽ സാർ. എന്തോവ്? പൊയ്ക്കോ. ഭാവന തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ സാർ വിളിച്ചു, കുട്ടി ഒന്ന് നിൽക്കൂ. ഭാവന തിരിഞ്ഞു നോക്കിയപ്പോൾ സാർ പറഞ്ഞു, നടൻ പഠിച്ച് വലിയൊരാളാകും, അതിൽ തർക്കമില്ല. അവൻ്റെ ഒപ്പം കുട്ടിയും കൂടി 4 അക്ഷരം പഠിക്കാൻ വേണ്ടിയാണ് കുട്ടിക്ക് ശിക്ഷ തരുന്നത്, അല്ലാതെ കുട്ടിയോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. അത് മനസ്സിലാക്കിയാൽ നന്ന്. രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ. ഇത് കേട്ടപ്പോൾ ഭാവനയുടെയും നടൻ്റെയും മനസ്സിനുള്ളിൽ കൂടി ഒരു ഇളങ്കാറ്റ് കടന്നുപോയി. രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ചെറിയ പുഞ്ചിരിയോടെ ഭാവനയോട് സാർ തുടർന്നു, കുട്ടി പോയി പ്രാക്ടിക്കൽ ചെയ്തുകൊള്ളൂ. ഭാവന പ്രാക്ടിക്കൽ ചെയ്യാൻ പോയപ്പോൾ സാറിനോട് നടൻ, താങ്ക് യു സാർ, വെൽക്കം. നടൻ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അരികത്തെ കൂടി ഭാവന നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്കിൾ ചിരിച്ചുകൊണ്ട് ഭാവനയെ വിളിച്ചു, ഏയ് മിസ് ഭാവന നടൻ, പ്രാക്ടിക്കൽ കഴിഞ്ഞാൽ തന്നെയൊന്നു കാണണം. ആ. ഇതും പറഞ്ഞ് ഭാവന പ്രാക്ടിക്കൽ ചെയ്യാൻ തുടങ്ങി. 2ാം നിലയിലെ വരാന്തയിൽ പ്രാക്ടിക്കൽ കഴിഞ്ഞ് വന്ന കുട്ടികൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ക്ലാസ്സിൽ നിന്നുമിറങ്ങി വരാന്തയിലൂടെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മൈക്കിളും 2-3 കുട്ടികളും നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഭാവന കണ്ടു. മൈക്കിളിൻ്റെ അടുത്തേക്ക് ചെന്ന് കൊണ്ട് സംശയത്തോടെ ഭാവന ചോദിച്ചു, എന്തിനാ മൈക്കിൾ കാണണമെന്ന് പറഞ്ഞത്? ചിരിച്ചുകൊണ്ട് മൈക്കിൾ പറഞ്ഞു, ഏയ് ചുമ്മാ. ഇടയിൽ കയറി കൂട്ടത്തിലുണ്ടായിരുന്ന ശരത് ഭാവനയോട് പറഞ്ഞു, നടൻ എന്തോ അത്യാവശ്യമായി വീട്ടിൽ പോയി, ഭാവനയെ കണ്ടാൽ എന്നോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. അത് കേട്ടയുടനെ ചിരിച്ചുകൊണ്ട് ഭാവന പറഞ്ഞു, അങ്ങനെ ഞാനില്ലാതെ നടൻ ഈ കോളേജിൻ്റെ ഗേറ്റ് കടന്ന് പോകില്ലല്ലോ ശരത്തെ. അത്രയ്ക്ക് ഉറപ്പാണോ? ഭാവനയില്ലാതെ നടൻ പോകില്ലെന്ന്? എന്നാൽ നമുക്ക് ബെറ്റടിക്കാം ഒരു ചോക്ലേറ്റിന്. എന്തിനാ ശരത്തെ ഒരു ചോക്ലേറ്റ് ആക്കുന്നത്? 10 ചോക്ലേറ്റിന് ബെറ്റടിക്കാം. ഞാനില്ലാതെ നടൻ ഈ കോളേജിൽ നിന്ന് തന്നെയല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകില്ല. ചിരിച്ചുകൊണ്ട് ശരത് പറഞ്ഞു. ഭാവനയുടെ ആത്മവിശ്വാസം കൊള്ളാലോ. ഞാൻ തന്നെയൊന്ന് കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. ശരത് കളിപ്പിച്ചാലുമില്ലെങ്കിലും നടൻ എന്നെ വിട്ട് പോകില്ലെന്ന് എനിക്കുറപ്പാണ്. സംശയത്തോടെ മൈക്കിളിനോട് ഭാവന ചോദിച്ചു, എന്തിനാ മൈക്കിൾ എന്നോട് കാണണമെന്ന് പറഞ്ഞത്? ഏയ് ചുമ്മാ. മൈക്കിൾ ചുമ്മാ എന്നെ കാണണമെന്ന് പറയില്ലല്ലോ. എന്താ മൈക്കിൾ സീക്രട്ട്? അപ്പോൾ മൈക്കിൾ പറഞ്ഞു, തൻ്റെ ആള് മോശക്കാരനല്ലല്ലോ. ഇന്നലെ തൃശ്ശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന കരാട്ടെ ഫൈറ്റിൽ നിന്നും നടൻ്റെ കുറച്ച് സ്റ്റിൽസ് ഞാൻ എടുത്തിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് ആളെ ഒന്ന് കാണാൻ സാധിച്ചില്ല. നേരിൽ കണ്ട് ഒന്ന് വിഷ് ചെയ്യണം. ഫൈറ്റ് നന്നായിരുന്നു. ആള് ഫൈറ്റിൽ ചെറിയൊരു പുലിയാണ് കേട്ടോ. ഭാവനയുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. ബാഗ് തുറന്ന് മൈക്കിൾ സ്റ്റിൽസുകളെടുത്ത് ഭാവനയോട് പറഞ്ഞു, താല്പര്യമുണ്ടെങ്കിൽ ഭാവനയ്ക്ക് സ്റ്റിൽസ് കാണാം.
സന്തോഷത്തോടെ മൈക്കിളിൻ്റെ കയ്യിൽ നിന്നും ഫോട്ടോകൾ വാങ്ങിക്കൊണ്ട് ഭാവന പറഞ്ഞു. ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് തന്നാൽ മതിയല്ലോ മൈക്കിളെ. മതി, ഭാവനയുടെ സൗകര്യം പോലെ തന്നാൽ മതി. തന്നില്ലെങ്കിലും വിരോധമില്ല. താങ്ക് യു മൈക്കിൾ, വെൽക്കം. ഭാവന അവരുടെ അരികിൽ നിന്നും നടന്നു നീങ്ങി ഓരോ ഫോട്ടോയും നോക്കിക്കൊണ്ടിരുന്നു. ആദ്യത്തെ ഫോട്ടോയിൽ എതിരാളിയുടെ ഇടി നടൻ ഭംഗിയായി ബ്ലോക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ഫോട്ടോയിൽ നടൻ കാലുകൊണ്ട് തലയ്ക്ക് പിന്നിലേക്ക് അടിക്കുമ്പോൾ എതിരാളി കൈകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ ഫോട്ടോ കണ്ടപ്പോൾ ഭാവനയുടെ മനസ്സിനുള്ളിൽ കൂടി ഒരു ഞെട്ടൽ ഇടിമിന്നൽ പോലെ കടന്നുപോയി. അല്പസമയം ഭാവന സ്തംഭിച്ചു നിന്നു. ഭാവനയുടെ കൈകാലുകൾ മെല്ലെ വിറയ്ക്കാൻ തുടങ്ങി. ഭാവന വീണ്ടും ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഒരു വടിവാളിൻ്റെ തുമ്പ് നടൻ്റെ നെറ്റിയിൽ മുറിവുണ്ടാക്കി കടന്നു പോകുന്നു. നടൻ്റെ നെറ്റിയിലെ മുറിവിൽ നിന്നും ചോരയൊലിക്കുന്നു. അടുത്ത ഫോട്ടോകൾ നോക്കിക്കൊണ്ട് ഭാവന ഹൃദയമിടിപ്പോടെ നടന്നു നീങ്ങാൻ തുടങ്ങി. എതിരെ കുട്ടികൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭാവന അറിഞ്ഞതേയില്ല. നടന്ന് ഭാവന പെട്ടെന്ന് തലയുയർത്തി നോക്കുമ്പോൾ അകലെ വരാന്തയുടെ പാരപ്പറ്റിൽ നടൻ ചാരി നിൽക്കുന്നത് കാണുന്നു. ഭാവന നടന്ന് നടൻ്റെ അടുത്തെത്തുന്നു. നടൻ്റെ നേരെ ഭാവനയുടെ ദേഷ്യത്തോടുള്ള നോട്ടം. തമാശ രൂപത്തിൽ നടൻ ചോദിച്ചു, ഭാവയെ ഞാൻ അകലെന്നേ കണ്ടു. മൊത്തത്തിലൊരു അബോധാവസ്ഥയിലാണല്ലോ വരവ്. എന്താ കയ്യിൽ? ഇത് കുറച്ച് ഫോട്ടോസാ. കൈനീട്ടി നടൻ ചോദിച്ചു. എവിടെ നോക്കട്ടെ? പെട്ടെന്ന് ഫോട്ടോകൾ പിന്നിലേക്ക് പിടിച്ചുകൊണ്ട് ഭാവന പറഞ്ഞു. ഇത് നടന് കാണാൻ പറ്റിയതല്ല. എന്നാലും ഒന്ന് നോക്കട്ടെ? വേണ്ടെന്നേ. മുകളിൽ നിന്നും താഴേക്ക് നോക്കിക്കൊണ്ട് ഭാവന ചോദിച്ചു. നടാ, ഞാൻ ഇവിടെ നിന്നും അടിയിലേക്ക് ചാടി മരിക്കുകയാണെങ്കിൽ നടൻ എന്തു ചെയ്യും? തമാശ ഭാവത്തിൽ നടൻ. ഞാനിവിടെ ഉള്ളപ്പോൾ ഭാവയെ ഞാനതിന് അനുവദിച്ചെങ്കിലല്ലേ? നടനില്ലാത്ത സമയത്താണ് ഞാനത് ചെയ്യുന്നതെങ്കിലോ? ഏയ് വാവേ, തമാശകള. വേണ്ടാത്തതൊന്നും സംസാരിക്കരുത്, ചിന്തിക്കരുത്. അത് തെറ്റാണ്. അപ്പോൾ നടൻ എന്തുമാവാം അല്ലേ? എന്താ വാവ അങ്ങനെ ചോദിച്ചത്? എന്താ നടൻ്റെ നെറ്റിയിൽ പറ്റിയത്? അത് ഞാൻ പറഞ്ഞില്ലേ, കാല് തെറ്റി വീണപ്പോൾ സ്ക്രാച്ചായതാണെന്ന്. ഞാനൊന്ന് നോക്കട്ടെ? പൊന്തി വന്ന ഭാവനയുടെ കയ്യിൽ പിടിച്ച് നടൻ. വേണ്ട ഭാവേ, കുലിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാൻഡേജ് ഒട്ടില്ല. നടൻ എന്നോടും നുണ പറയാൻ തുടങ്ങി അല്ലേ? സംശയത്തോടെ നടൻ ഭാവനയെ നോക്കുന്നു. ആ നോട്ടത്തിന് മറുപടിയെന്നോണം ഭാവന തുടർന്നു. നടാ, നമ്മൾ എത്ര നുണ പറഞ്ഞാലും നമ്മുടെയൊക്കെ ജന്മം മുതലുള്ള എല്ലാ പ്രവൃത്തിയുടെയും ചിത്രം ദൈവം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു സത്യമായി ദൈവം വിളിച്ചെത്തു കൊണ്ടുവരും. നമ്മുടെ മുമ്പിൽ തന്നെ കൊണ്ടുവരും. നടാ, ദൈവത്തിനത് കഴിയില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് വിഡ്ഢികൾ. ഭാവനയുടെ ഈ സംസാരം കേട്ട് അന്തം വിട്ട് നിൽക്കുന്ന നടന് നേരെ ആ ഫോട്ടോകൾ നീട്ടിക്കൊണ്ട് ഭാവന പറഞ്ഞു. എന്നാ ഇനി നടൻ ഈ സ്റ്റിൽസ് നോക്കിക്കോ. നടൻ ഫോട്ടോ വാങ്ങി നോക്കുന്നു. ഫോട്ടോ നോക്കി അന്തം വിട്ടുപോയ നടൻ മൗനമായി നിൽക്കുന്ന ഭാവനയോട് പറഞ്ഞു. സോറി വാവേ, വാവയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ഞാനത് മറച്ചു വെച്ചത്. വിഷമത്തോടെ ഭാവന ചോദിച്ചു. അധികം മുറിഞ്ഞോ? ഏയ്, 4-5 സ്റ്റിച്ചുണ്ട്. കൊഞ്ഞനം കുത്തി ഭാവന പറഞ്ഞു. 4-5 സ്റ്റിച്ചുണ്ട്. ആ വെട്ടെങ്ങാനും കഴുത്തിൽ കൊള്ളാണെങ്കിൽ ദൈവമേ, എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. തമാശ ഭാവത്തിൽ നടൻ പറഞ്ഞു. ചീറ്റുമ്പോൾ പോണ മൂക്കാണെങ്കിൽ അങ്ങോട്ട് പോട്ടോടു ഭാവേ. നടനെല്ലാം തമാശയാണ്. എൻ്റെ ഭാവയുടെ പ്രാർത്ഥനകളോടത്തോളം കാലം എനിക്കൊന്നും സംഭവിക്കില്ല. അതെനിക്കുറപ്പുണ്ട്. വാ, നമുക്ക് ഊണ് കഴിക്കാം. എനിക്ക് വിശന്നിട്ട് പാടില്ല. നിർബന്ധ ബുദ്ധിയോടെ ഭാവന പറഞ്ഞു. നടനിനി കരാട്ടെ ക്ലാസ്സിന് പോകില്ലെന്ന് പറഞ്ഞാലേ ഭക്ഷണം കഴിക്കാൻ ഞാനുള്ളൂ. അതൊന്നും സാരില്ലെന്നേ, കരാട്ടയിൽ അതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. വാള് വന്നപ്പോൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പറ്റിയതാ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അതിനല്ലേ വാവയുടെ ദൈവം ഒരു അനുഭവം തന്നത്. ജീവിതത്തിൽ ഇപ്പോൾ വേദനയുള്ള അനുഭവങ്ങൾ നല്ലതാണ്. എങ്ങനെ ഉണ്ടാകില്ലെന്ന്? വാള് വരുമ്പോൾ ഒഴിഞ്ഞു മാറാൻ മറക്കില്ലെന്ന്. നടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനിന്ന് നടൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരണമെങ്കിൽ നടൻ ഇന്നു മുതൽ കരാട്ടെ ക്ലാസ്സിന് പോകില്ലെന്ന് എനിക്ക് വാക്ക് തരണം. അപ്പോൾ വാവയുടെ നടൻ ഒരു SI ആവണ്ടേ? എനിക്ക് SI യും വേണ്ട, ആരും വേണ്ട. എനിക്കെൻ്റെ നടനെ മാത്രം മതി. ശരി,
ഇന്നത്തോടെയെല്ലാം നിർത്തി, വാ ഭക്ഷണം കഴിക്കാം, പ്രോമിസ്. ഭാവന നടന് നേരെ കൈ നീട്ടുന്നു. ഭാവനയുടെ കയ്യിൽ നടൻ കൈവച്ചുകൊണ്ട് സമ്മതിച്ചു, പ്രോമിസ്. രണ്ടുപേരും നടന്ന് ഗോവണിപ്പടിയിലൂടെ താഴേക്കിറങ്ങുന്നു. ഭാവനയുടെ ക്ലാസ് മുറിയിലെ ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് നടനും ഭാവനയും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആദ്യ പിടി നടൻ വാരിക്കഴിച്ചപ്പോൾ ഭാവന പിണക്കത്തോടെയിരുന്നു. ഭാവനയുടെ പിണക്കം കണ്ടപ്പോൾ നടൻ ചോദിച്ചു, എന്താ വാവ ഭക്ഷണം കഴിക്കുന്നില്ലേ? പിണക്കത്തോടെ ഭാവന പറഞ്ഞു, എനിക്ക് വിശപ്പില്ല. എന്നാ എനിക്കും വേണ്ട, വാ കൈ കഴുകാം. നടൻ ഭക്ഷണം കഴിക്കൽ നിർത്തിക്കൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ഭാവന പിണക്കത്തോടെ പറഞ്ഞു, എനിക്ക് വിശപ്പില്ലാണ്ടല്ല. നടനെല്ലാം മറന്നു. എന്താ നടൻ എന്നോട് ദേഷ്യ? എനിക്ക് വാവയോടൊരു ദേഷ്യവുമില്ല. നടൻ ആദ്യം എനിക്ക് ഒരു ഉരുള ചോറ് വാരി ഉരുട്ടി തന്നിട്ടല്ലേ ഭക്ഷണം കഴിക്കാറുള്ളൂ. അയ്യോ, ഞാൻ മറന്നുപോയി വാവേ, ഐ ആം സോറി. പാർട്ട് 21. നടൻ പാത്രത്തിൽ നിന്നും ഒരു പിടി ചോറുരുട്ടി ഭാവനയുടെ കയ്യിൽ കൊടുത്തു. ഭാവയത് വാങ്ങിച്ചു കഴിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നടൻ പറഞ്ഞു, ഈ ഇണക്കവും പിണക്കവും കാരണം വീട്ടുകാർ വാവയെ പിടിച്ച് മറ്റൊരുത്തനെ കൊണ്ട് കെട്ടിക്കുമെന്നാണ് എൻ്റെ പേടി. അതിന് എൻ്റെ അനുവാദം വേണ്ടേ? ഇങ്ങനെയുള്ളവരെ ബ്രെയിൻ വാഷ് ചെയ്ത് മനസ്സ് മാറ്റാൻ എളുപ്പമാണ്. അങ്ങനെയെങ്ങാനും സംഭവിച്ച ആ നിമിഷം ആ തെണ്ടിയെ ഞാൻ വിഷം കൊടുത്തു കൊല്ലും. ഏയ്, അങ്ങനെ സംഭവിച്ചാൽ ആ വരുന്നവനെ വാവയ്ക്കൊന്നും ഞാൻ വിട്ടുതരില്ല. അതിനു മുമ്പ് ഞാൻ അവനെ കൊന്നിരിക്കും. ഇനി വാവയെങ്ങാനും ചതിച്ച വാവയെയും കൊല്ലും. സംശയത്തോടെ നടൻ്റെ മുഖത്തേക്ക് നോക്കി ഭാവന. നടൻ അങ്ങനെ എന്നെ ചെയ്യൂ? ഗൗരവത്തോടെ തന്നെ നടൻ തുടർന്നു. പിന്നല്ലാതെ, എൻ്റെ കൈവെള്ളയിൽ ഒതുങ്ങിയതൊന്നും ഞാൻ ആർക്കും വിട്ടുകൊടുക്കാറില്ല വാവേ. എനിക്ക് സ്വന്തം, അല്ലെങ്കിൽ ഞാനത് നശിപ്പിച്ചിരിക്കും. ഈ സമയത്ത് കോളേജിൽ മുമ്പുണ്ടായിരുന്ന ഒരു തെമ്മാടി ഗോപാൽ മറ്റൊരുവനുമായി അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. ശരിക്കും ഇരുന്ന് ഊണ് കഴിക്കും, അല്ലെങ്കിൽ കുടലുമറിയും. നടൻ അടക്കാത്ത കോപത്തോടെ ഗോപാലിനെ നോക്കി. ഗോപാൽ തിരിച്ചു. നടൻ മെല്ലെ ഭാവനയെ തിരിഞ്ഞു നോക്കുന്നു. ഭാവന ഒന്നും വേണ്ട എന്നർത്ഥത്തിൽ കണ്ണടച്ച് കാണിച്ചു. ഗോപാലും ഗുണ്ടയും അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവരെ നോക്കിക്കൊണ്ട് രൂക്ഷമായി നടൻ പറഞ്ഞു, ഇടിച്ചവൻ്റെ ചുണ്ട് പൊട്ടിക്കണം റാസ്കൽ. കോളേജിൽ വന്ന നാളെ തൊട്ട് വാവയെ ആ തെണ്ടി ശല്യം ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വാവ പ്രാക്ടിക്കൽ ക്ലാസ്സിന് പോകുമ്പോൾ വാവയുടെ ഈ സീറ്റിലെ ഡെസ്കിൽ നമ്മൾ കാണുന്ന വൃത്തികേടുകൾ എഴുതിയിട്ടിരുന്നത് ഇവനാണ്. സീനിയർ അല്ലെന്ന് കരുതി ഞാൻ വിട്ടുകളഞ്ഞതാ. കോളേജ് കഴിഞ്ഞ് പോയിട്ടും തെണ്ടിയുടെ മോൻ നമ്മളെ ശല്യം ചെയ്യാൻ വന്നിരിക്കുക. കാണിച്ചു കൊടുക്കാം ഞാൻ അവനെ. നടൻ്റെ കോപം കണ്ടപ്പോൾ ഭാവനയ്ക്ക് ഭയമായി. ഒന്നും വേണ്ട നട. നടൻ അവനെ വല്ലതും ചെയ്താൽ അതിൻ്റെ മോശപ്പേര് എനിക്കാണ്. അമർഷം ഉള്ളിലൊതുക്കിക്കൊണ്ട് നടൻ തുടർന്നു. സീനിയർ എന്ന ബഹുമാനം കൊടുത്തപ്പോൾ അവൻ തലയിൽ കയറിയിരുന്ന് ചെവി കടിച്ച് തിന്ന. യൂസ്ലെസ്. ആ, ഏതായാലും കോളേജ് കഴിയട്ടെ. എൻ്റെ തീൻമേശയിൽ വന്ന് വെല്ലുവിളിച്ചവനെ വെറുതെ വിട്ടാൽ അതെൻ്റെ ആണത്തത്തിന് ചേർന്നതല്ല. ഊണ് നിർത്തി രണ്ടുപേരും കൈ കഴുകാൻ പുറത്തേക്ക് പോയി. കൈ കഴുകി പുല്ല് നിറഞ്ഞ പരമ്പരയിലൂടെ ഭാവനയും നടനും തിരികെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ഭാവനയോട് നടൻ പറഞ്ഞു, വാവേ പാമ്പ്. അയ്യോ എന്ന് പറഞ്ഞ് ഭാവന പേടിച്ച് ചാടിയപ്പോൾ നടൻ്റെ ദേഹത്ത് വീണു. പാമ്പ് വേഗത്തിൽ ഇഴഞ്ഞുപോയി. എന്താ പേടിച്ചോ? നടൻ്റെ ദേഹത്തു നിന്നും ഭാവനയെ മാറ്റിക്കൊണ്ട് ചോദിച്ചു. പിന്നല്ലാതെ, നടനെ നോക്കി ഭാവന പറഞ്ഞു. ഹൃദയമിടിപ്പിപ്പോൾ നല്ല റേഞ്ചിലായിരിക്കും. പാമ്പ് ചെകുത്താന്മാരുടെ ദൈവമാണ്. ഭാവയുടെ വീട്ടുകാർ നമ്മളെ വേർപെടുത്താൻ വല്ല ചെകുത്താനെയും വിട്ടുകാണോ? വീട്ടുകാരെ രാത്രിയിലും പകലും വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും നമ്മളെ പിരിക്കാൻ വേണ്ടി നടക്കാം. ഇടയ്ക്കിടയ്ക്ക് പാമ്പിനെ കണ്ട് പേടിച്ചെന്ന് വീട്ടിൽ പറഞ്ഞാൽ അവർ പറയും നടൻ്റെ കൂടെ നടന്ന് ഈശ്വര വിശ്വാസവും അമ്പലത്തിൽ പോക്കുമില്ലാത്തത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പാമ്പിനെ കണ്ട് പേടിക്കുന്നതെന്ന്. ഇനി അതും പറഞ്ഞെൻ്റെ തലയിലേക്ക് കയറിക്കോ. ദൈവമില്ലെന്നും അമ്പലത്തിൽ പോകണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടോ വാവയോട്? ഇല്ല. പിന്നെന്തിനാണ് അവരെൻ്റെ തലയിൽ കയറുന്നത്? ഈശ്വരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാനീ പ്രപഞ്ചത്തിലുണ്ട്.
അതന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമായി ചിരിക്കാനും ചിന്തിക്കാനുമുള്ള കഴിവുകൾ തന്ന് മനുഷ്യരായ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എന്നെ എന്നാണോ കാണാൻ കഴിയുന്നത്, അന്ന് മാത്രമേ എൻ്റെ രൂപത്തെയും എന്നെയും നിങ്ങൾ വിശ്വസിക്കാൻ പാടുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്നെ വിശ്വസിക്കരുത്. അത് എന്നോട് ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ്. ഇതല്ലേ ഞാനും വാവയോട് പറയാറുള്ളത്. ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നു. എൻ്റെ ആശയത്തിൽ താല്പര്യം തോന്നിയ വാവയത് സ്വീകരിച്ചു. അതല്ലേ സത്യം. നടനൊരു സത്യാന്വേഷിയെ പോലെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഭാവന നടനെയൊന്ന് സൂക്ഷിച്ചു നോക്കി. ആ നോട്ടത്തിന് മറുപടിയായി നടൻ തുടർന്നു. പക്ഷേ ഒരു കാര്യം സത്യമാണ് വാവേ, ദൈവത്തിൻ്റെ ഈ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെ നിങ്ങൾ അന്വേഷിച്ചു കണ്ടുപിടിക്കുവിൻ. ഞാൻ ആരെന്ന, ദൈവമാരെന്ന അന്വേഷണമാണ് ഒരു വ്യക്തിയുടെ ബുദ്ധിവികാസത്തിനും അത്യുന്നതങ്ങളിലെത്താനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. നടനെ നോക്കി ചിരിച്ചുകൊണ്ട് ഭാവന പറഞ്ഞു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച ഊണ് സലാം. രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നു.